അപ്പോൾ ഗൈസ് ഞങ്ങൾ നേരെ ഡേ ടു ഡേയിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ അറിയണമെങ്കിൽ ഞാൻ തങ്കച്ചനോട് ചോദിച്ചിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഈ ഡേ ടു ഡേ എന്ന് പറയുന്നത് ഒരു ഹൈപ്പർ മാർക്കറ്റാണ് കേട്ടോ. ഓൾറെഡി ജെഫിനും അജിത് ചേട്ടൻ പിന്നെ നാട്ടിൽ പോവാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പർച്ചേസിംഗ് ഉണ്ട്. അവർ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു. ഞാനും തങ്കച്ചനും അങ്ങോട്ടേക്ക് പോവാണ്. അടുത്ത മാസം തങ്കച്ചനും ലീവിന് പോവാണ് കേട്ടോ. അപ്പോൾ അവനും കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട് ഗൈസ്. അങ്ങനെ ഞങ്ങൾ അജിത് ചേട്ടനെയും ജെഫിനെയും കണ്ടുപിട്ടിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ അജിത് ചേട്ടൻ. അപ്പോൾ ഗൈസ് അജിത് ചേട്ടൻ്റെ ബാസ്ക്കറ്റ് നിറച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വണ്ടികളാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഷാർജയിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്ന ഒരു ഒട്ടുമിക്ക പേരും ഈ ഡേ ടു ഡേ നിന്നാണ് കേട്ടോ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി സാധനമുണ്ട്, വിലക്കുറവാണ് കേട്ടോ. ഇവിടെ ഇരിക്കുന്ന ടോയ്സ് ഒക്കെ കണ്ടിട്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി ഗൈസ്. എന്തായാലും ഞാൻ നാട്ടിൽ പോകുമ്പം കുറച്ചെങ്കിലും മേടിച്ചോണ്ട് പോകും ഗൈസ്. ഇങ്ങോട്ട് നോക്കൂ, ഒരു സെക്ഷൻ തന്നെ ഒരു റോ തന്നെ ഡൈകാസ്റ്റ് വണ്ടികൾക്ക് വേണ്ടിയിട്ട് ടോയ്സിന് വേണ്ടിയിട്ട് അവർ സെറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ടോയ്സ് മാത്രമല്ല എല്ലാ പ്രോഡക്ട്സും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ തങ്കച്ചനെ കൊണ്ട് ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അവനെ ഇറക്കിക്കൊണ്ട് വരാൻ വലിയ പാടാണ്. അതുകൊണ്ട് ഞാനും ജെഫിനും പുറത്തോട്ടിറങ്ങി ജസ്റ്റ് ഒരു സ്റ്റോറി ഇടാനുള്ളൊരു സെറ്റപ്പ് നോക്കാൻ വേണ്ടി പുറത്തോട്ടിറങ്ങിയേക്കാണ് കേട്ടോ. അപ്പോൾ ഗൈസ് തങ്കച്ചനെ അയച്ചേട്ടൻ്റെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ക്ഷീണിച്ചിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളെ തങ്കച്ചൻ്റെ ചേട്ടൻ ഞങ്ങളെ റൂമിൽ കൊണ്ടാക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത സ്റ്റോറി ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ.